നമസ്കാരം, വെൽക്കം ബാക്ക് ടു സീസൺ വിത്ത് ലവ്. ഞാൻ സുപ്രിയ അനീഷ്. കണ്വാശ്രമത്തിലെ കാവ്യ ശകുന്തളയെക്കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ നെല്ലിപ്പുരയിലുള്ള എൻ്റെ ആൻറ്റി ശകുന്തളയെക്കുറിച്ച് നിങ്ങൾ കേൾക്കാൻ ചാൻസ് വളരെ കുറവായിരിക്കും. എൻ്റെ നാത്തൂനിൻ്റെ അമ്മയാണ് ശകുന്തള ആൻറ്റി. എൻ്റെ നാത്തൂനിൻ്റെ അമ്മ എന്ന രീതിയിൽ മാത്രമല്ല കേട്ടോ, പണ്ട് മുതലേ ഞങ്ങൾ ബന്ധുക്കളാണ്. ആദ്യം തന്നെ നെല്ലിപ്പുര വീടിനെക്കുറിച്ച് പറയാം. ഇത് ശരിക്കും ഒരു കണ്വാശ്രമം തന്നെയാണ്. കാടിന് നടുവിൽ ആമ്പൽപ്പൂക്കളും നീർച്ചോലകളുമായി, പൂക്കളും പഴങ്ങളുമായി, ഇടയ്ക്കൊക്കെ വന്യമൃഗങ്ങളായ ആനയും മാനുകളൊക്കെയായി പ്രകൃതിയോട് വളരെയധികം ഇണങ്ങിച്ചേർന്നിരിക്കുന്ന മനോഹരമായ സ്ഥലം. കേരള തമിഴ്നാട് അതിർത്തിയിലാണ് ഈ സ്ഥലമുള്ളത്. അതിർത്തി എന്ന് പറഞ്ഞാലേ ബോർഡർ മാർക്ക് ചെയ്യുന്ന കല്ലുകളുണ്ടല്ലോ, ഈ കല്ലുകൾ നമ്മൾ നെല്ലിപ്പുര വീട്ടിലേക്ക് തിരിയുന്ന വളവിലാണുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് രസമായിരിക്കും അല്ലേ? എല്ലാം ഞാൻ ഓരോന്നായി കാണിച്ചു തരാം. ഇന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ, എള്ളുപ്പിട്ട്. അതുതന്നെയാണ് ഇന്നത്തെ വരവിന് കാരണം. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എള്ളുപയോഗിച്ചുള്ളൊരു പലഹാരമാണെന്ന്. ശരിയാണ്, എള്ളുപയോഗിച്ച് കൈകൊണ്ട് മുറുക്കിൻ്റെ രൂപത്തിലുണ്ടാക്കുന്ന എള്ളുപ്പിട്ട് കറുമുറയെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ നാട്ടിൽ മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ വിഭവമാണ്. പൊതുവേ എല്ലാവരും പറയും എള്ളുപ്പിട്ട് കഴിക്കാൻ ഒടുക്കത്തെ ടേസ്റ്റാണ്, പക്ഷെ ആരാ അതിനൊക്കെ മെനക്കെടുകയെന്ന്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എള്ളുപ്പിട്ട് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണെന്നും പറഞ്ഞുകൊണ്ട് വളരെ കുറഞ്ഞ സമയത്തിൽ നല്ല അഴകുള്ള എള്ളുപ്പിട്ടുണ്ടാക്കുന്ന ശകുന്തള ആൻറ്റി ഇക്കാര്യത്തിലൊരു എക്സ്പേർട്ടാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന വിരുന്നുകാർക്ക് പോലും ശകുന്തള ആൻറ്റിയുടെ എള്ളുപ്പിട്ട് കിട്ടും. അപ്പോൾ ഇത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്നല്ലേ ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യമേ തന്നെ നമ്മൾക്ക് നെല്ലിപ്പുര വീടൊന്ന് കണ്ടു നോക്കാം. വളരെ പണ്ടുകാലത്ത് ഈ വീടിന് മുന്നിലായി ഒരു വലിയ നെല്ലിമരം ഉണ്ടായിരുന്നു എന്നും അതുമാത്രമല്ല ഒരുപാട് നെല്ല് സൂക്ഷിക്കുന്ന സ്ഥലവുമായിരുന്നു അത്ര ഇത്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇതിന് നെല്ലിപ്പുര എന്ന് പേര് വരാൻ കാരണമെന്ന് ഇവിടുത്തെ കാരണവന്മാർ പറയുന്നു. വീടിൻ്റെ ഒരു ഭാഗത്ത് പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളികൾ കൊണ്ടുണ്ടാക്കിയ ഭംഗിയുള്ളൊരു കളിവീടാണുള്ളത്. ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനും പിന്നെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഗാർഡനിൽ വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനമുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ പെരിഞ്ജീരകത്തിൻ്റെ ചെടിയാണ്. പെരിഞ്ജീരകത്തിൻ്റെ ചെടി നമ്മളങ്ങനെ അധികം കാണാറില്ല. അപ്പോൾ ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് പൂക്കൾ മാത്രമേ ഉള്ളൂ. ഇവൻ ഇവിടുത്തെ ഒരു ഓൾറൗണ്ടറാണ് കേട്ടോ. ജാക്കി എന്നാണ് ഇവൻ്റെ പേര്. നാടൻ ബ്രീഡാണെങ്കിലും തോട്ടത്തിലേക്ക് വരുന്ന കുരങ്ങിനെയും പന്നികളെയൊക്കെ വിരട്ടി ഓടിക്കാൻ മാത്രം ശൗര്യമുള്ള കൊച്ചുമിടുക്കനാണ് ഇവൻ. കുട്ടികളെ മണിയടിച്ച് അവരുടെ കയ്യിലുള്ള ലോലിപോപ്പ് കൈക്കലാക്കി അത് നുണഞ്ഞിരിപ്പാണ് പക്ഷേ ഇപ്പോൾ. ഏണി വെച്ച് കയറി പറിക്കാവുന്ന അത്രയ്ക്കും വലുപ്പത്തിലുള്ള കറിവേപ്പില മരം ഇവിടുത്തെ മറ്റൊരു അത്ഭുതമാണ്. ഇനി കറിവേപ്പിലയുടെ കായ് കാണാത്തവർക്കായി ഇതാ കറിവേപ്പിലക്കായ്. ഇതെന്തിൻ്റെ മരമാണെന്ന് മനസ്സിലായോ? ഇതാണ് കുടംപുളി മരം. നമ്മൾ സാധാരണ കറുപ്പ് നിറത്തിൽ മീൻകറിയിലും മറ്റും ഇടുമ്പോഴേ നമ്മൾ കുടംപുളി കാണാറുള്ളൂ. പക്ഷേ മരത്തിൽ കായ്ച്ചു നിൽക്കുന്നത് കാണാറില്ല. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് വളരെ ചെറിയ കായാണുള്ളത്. ഇനി ഇവിടുത്തെ നഴ്സറി ഒന്ന് കണ്ടു നോക്കാം. കട്ടുവ, റോബസ്റ്റ എന്നൊക്കെ പറയുന്ന മുന്തിയിനം കാപ്പിത്തൈകളും കരിമുണ്ട, പന്നിയൂർ, കൊമ്പക്കൻ എന്നൊക്കെ പറയുന്ന നല്ല ഇനം കുരുമുളക് തൈകളും ഇവിടെയുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ വാനിലയും കൗങ്ങിൻ തൈകളൊക്കെ ഉണ്ട്. ഇത് വിൽപ്പനയ്ക്കും കൂടി ഉള്ളതാണ് കേട്ടോ. ഇത്രയൊക്കെ ഉണ്ടായിട്ടും കുറച്ച് മീനുകളില്ലെങ്കിൽ അതൊരു കുറവായി പോവില്ലേ? അത്ര വലിയ മീനുകളല്ലെങ്കിലും ഗപ്പി എന്ന് പറയുന്ന മീനുകൾ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ഇതാണ് കേരള തമിഴ്നാട് അതിർത്തി വേർതിരിക്കുന്ന ബോർഡർ കല്ല്. ഈ കല്ലിൻ്റെ ഈ ഭാഗം നമ്മൾ നെല്ലിപ്പുര വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അതേസമയം ഇതിൻ്റെ ഈ ഭാഗം എന്ന് പറയുന്നത് കേരളമാണ്. ഈ വഴിയുടെ നേരെ എതിർഭാഗത്ത് വലിയൊരു കാടാണ്. അപ്പോൾ കാട്ടിൽ നിന്നും ആനകളും മറ്റു വന്യമൃഗങ്ങളൊന്നും വരാതെ ഇരിക്കാനായിട്ട് ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. അതുമാത്രമല്ല ട്രഞ്ചും കീറിയിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്ത് തന്നെ നല്ലൊരു പുഴയും. അപ്പോൾ എങ്ങനെയാ, കാടും പുഴയും ചെടികളൊക്കെ കണ്ടുകൊണ്ടിരുന്നാൽ മതിയോ? നമുക്ക് ഹീറോയിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നമ്മൾ ഇങ്ങോട്ട് വന്ന് പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കിടക്കണം അല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ നെല്ലിപ്പുരയിലുള്ള ശകുന്തള ആൻറ്റി, ഇവരുടെയൊക്കെ ശകുന്തള അമ്മൂമ്മ. ഈ കുട്ടിപ്പട്ടാളങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കലാണ് നമ്മുടെ ശകുന്തള അമ്മൂമ്മയുടെ മെയിനായിട്ടുള്ള ഹോബി.
എന്തൊക്കെ തന്നെ വികൃതി കാണിച്ചാലും ഒട്ടും ദേഷ്യം വരാത്ത, ഒരിക്കലും വഴക്കു പറയാത്ത അമ്മൂമ്മ എന്നൊരു പട്ടവും കൂടെ ഈ കുട്ടികളുടെ ഇടയിൽ നമ്മുടെ ശകുന്തള ആൻറ്റിക്ക് ഉണ്ട് കേട്ടോ. ഈ ലോക്ക്ഡൗൺ സമയത്ത് ഇവർ കാണിക്കുന്ന വികൃതിയിൽ ഇങ്ങനൊരു പട്ടം കിട്ടുക എന്നുള്ളത് ചില്ലറ കാര്യമല്ല എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ. അപ്പോൾ ശകുന്തള ആൻറ്റി ഒട്ടും സമയം കളയാതെ കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എള്ളുപ്പിട്ട് അല്ലെങ്കിൽ എള്ളാളിപ്പിട്ട് ഉണ്ടാക്കുന്നതിന് 2 നാഴി വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 നാഴി എന്ന് പറയുമ്പോൾ 250 ml 2 കപ്പ് അരിപ്പൊടി. ഈ വറുത്ത അരിപ്പൊടി നേരെ പാത്രത്തിലേക്കല്ല കേട്ടോ ഇടുന്നത്. ഇതൊരു അരിപ്പ വെച്ച് നന്നായി അരിച്ചതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം ഒട്ടും തരികളില്ലാത്ത അരിപ്പൊടിയാണ് നമ്മൾക്ക് വേണ്ടത്. തരികളുണ്ടെങ്കിൽ നമ്മൾ എള്ളുപ്പിട്ടുണ്ടാക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് ആൻറ്റിയുടെ പക്ഷം. അപ്പോൾ നമ്മളുടെ അരിപ്പൊടിയൊക്കെ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 1/4 ടീസ്പൂണിൽ കുറവ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഞങ്ങളുടെ ഇവിടുത്തെ പലഹാരങ്ങളിലൊക്കെ ഈ 2 സാധനവും ഒഴിച്ചുകൂടാനാവാത്തൊരു സാധനമാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചു വെച്ചതാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മളുടെ എള്ളുപ്പിട്ടിലെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 1/2 കപ്പ് എള്ളുണ്ട്. കടയിൽ നിന്ന് വാങ്ങി അരിച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ച എള്ളാണ്. ഇത് വറുത്ത എള്ളൊന്നല്ല. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. എള്ളുപ്പിട്ടിന് വേണ്ട ചേരുവകളെല്ലാം ചേർത്ത് കൊടുത്തു. ഇനി ഇത് നമുക്ക് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ 2 കപ്പ് വെള്ളം എടുത്തതിന് ശേഷം 8 ശർക്കര ചേർത്ത് കൊടുക്കുക. ശർക്കരയ്ക്ക് ഞങ്ങളിവിടെ വെല്ലം എന്നാണ് പറയുക. അപ്പോൾ ഒരു 8 വെല്ലം ചേർത്ത് കൊടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക. വെല്ലം നന്നായി ഉരുകുന്നത് വരെ തിളപ്പിച്ചാൽ മതിയാകും. ഇത് വെന്ത് കുറുകി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ശർക്കരപ്പാവ് നേരെ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ നന്നായി ഇളക്കിയും കൊടുക്കുക. നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ശർക്കരപ്പാവ് നല്ലോണം ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തത്. എന്നാൽ എള്ളുപ്പിട്ടിന് അങ്ങനെയല്ല. നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന ശർക്കരപ്പാവ് വേണം നമ്മൾ പൊടിയിലേക്ക് ഒഴിച്ച് കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാവ് മുഴുവനായിട്ട് ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ എടുത്തിരിക്കുന്ന പൊടിക്കനുസരിച്ച് ഇതിൻ്റെ അളവ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ശരിയായിട്ടുള്ളൊരു പരുവം എന്ന് പറയുന്നത് നമ്മൾ കയ്യിലൊരു ഉരുളയെടുത്ത് ഉരുട്ടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉരുള പെട്ടെന്ന് ഉണ്ടാകുന്ന രീതിയിലായിരിക്കണം ഇതുണ്ടാവേണ്ടത്. അപ്പോൾ നമ്മൾ എള്ളുപ്പിട്ടിനുള്ള പൊടി കുഴയ്ക്കുന്ന പണിയും കൂടെ തീർത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഒട്ടും തന്നെ സമയം കളയാതെ വേഗം എള്ളുപ്പിട്ടിൻ്റെ ഷേപ്പിൽ നമ്മൾ ഉരുട്ടിയെടുക്കേണ്ടതാണ്. ഇത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ പുളി പിടിച്ച് നമ്മളുടെ എള്ളുപ്പിട്ട് സോഫ്റ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ എള്ളുപ്പിട്ട് ഒരിക്കലും സോഫ്റ്റ് ആവരുത്. കറുമുറ കഴിക്കാനുള്ളതാണ്. എള്ളുപ്പിട്ട് ഉരുട്ടിയെടുക്കുമ്പോഴേക്കും അത് ചുട്ടെടുക്കാനുള്ള എണ്ണ ചൂടാവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആൻറ്റി അടുപ്പിലേക്ക് ഉരുളി വെച്ച് എണ്ണ ഒഴിക്കാനുള്ള പരിപാടിയിലാണ്. എള്ളുപ്പിട്ട് ഉണ്ടാക്കുന്നതിന് അത്യാവശ്യം നന്നായിട്ട് തന്നെ എണ്ണ ഒഴിക്കണമെന്നാണ് ആൻറ്റി പറയണത്. എള്ളുപ്പിട്ട് അതിൽ നന്നായിട്ട് മുങ്ങിയിട്ട് വേണം ഫ്രൈ ആവാൻ. ഇനി നമ്മൾ എള്ളുപ്പിട്ട് അതിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് 2 വാഴയില കനലിൽ വാട്ടിയത് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണയെല്ലാം തടവി വെച്ചിട്ടുണ്ട്. നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലെടുത്ത് നന്നായി ഉരുട്ടിയതിന് ശേഷം ഇതുപോലെ 2 കൈ വെച്ച് റോൾ ചെയ്ത് കൊടുക്കുക. അധികം ബലം പിടിക്കാതെ ബാലൻസ് ചെയ്ത് എല്ലാ ഭാഗവും ഒരേ തിക്നെസ്സിൽ വരുന്നത് പോലെ റോൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരുവിധം നീളം എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരറ്റത്തിൽ നിന്നും ഉരുട്ടി മുറുക്കിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുക. റോൾ ചെയ്ത് അവസാന ഭാഗമാകുമ്പോൾ അത് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്താ വെച്ചാൽ നമ്മളിത് എണ്ണയിലിടുമ്പോൾ ഈ ഷേപ്പ് അഴിഞ്ഞു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒന്നുകൂടെ കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ ഒരു ഉരുള എടുക്കുന്നു. ഇതുപോലെ നീളത്തിൽ റോൾ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ നീട്ടമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അത്യാവശ്യം നീളം ഉണ്ടെങ്കിൽ ഇത് കാണാനും പിന്നെ കഴിക്കാനൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ടിങ്ങനെ റോൾ ചെയ്തിട്ട് അതിൻ്റെ അറ്റം ഒന്ന് പ്രസ് ചെയ്ത് വെക്കുന്നു. ഇത്രയേ ഉള്ളൂ എന്ന് എനിക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷേ ആദ്യത്തെ തവണ ഇത് ചെയ്യുമ്പോൾ ഇതുപോലെ ഭംഗിയായിട്ട് വരണമെന്നില്ല. 2-3 തവണ ചെയ്യുമ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളുടെ മാവൊന്ന് ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ തോന്നുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാവിൽ നിന്ന് അല്പം എടുത്ത് വീണ്ടും ഒന്ന് കുഴച്ചെടുത്താൽ മതി. കയ്യിലെ ചെറുവിരലിൻ്റെ തിക്നെസ്സിലാണ് നമ്മളിത് ഉരുട്ടിയെടുക്കേണ്ടത്.
മുറുക്കുണ്ടാക്കുന്ന അച്ചിൽ ഇത് ട്രൈ ചെയ്തുകൂടെ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം. ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനെക്കാട്ടിയും എന്തുകൊണ്ടും ടേസ്റ്റ് നമ്മൾ ഈ കൈകൊണ്ട് ഇങ്ങനെ ചെയ്തുണ്ടാക്കുന്നതിലാണ്. ആദ്യത്തെ ബാച്ച് എണ്ണയിലേക്ക് ഇടാനുള്ള എള്ളുപ്പിട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിത് മെല്ലെ എടുത്ത് ഓരോന്നായിട്ട് എണ്ണയിലേക്കിടാം. എണ്ണ ചൂടായോ നോക്കുന്നതിന് അമ്മമാർ സ്ഥിരം ചെയ്യുന്ന പരിപാടി തന്നെയാണ് ആൻറ്റിയും ചെയ്യുന്നത്. ഒരു ചെറിയ കഷ്ണം മാവ് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നന്നായി തിളയ്ക്കുന്ന എണ്ണയിലേക്ക് എള്ളുപ്പിട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. വളരെ പതുക്കെ വേണം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എണ്ണയിലേക്ക് ഇട്ടൊരു 2 മിനിറ്റിന് ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ടാണ് ആൻറ്റി ഇത് തിരിച്ചിട്ട് കൊടുക്കുന്നത്. എള്ളുപ്പിട്ടുണ്ടാക്കുമ്പോൾ ഈ ഫ്ലെയിം കുറച്ച് വെക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം നല്ല ചൂടുള്ള എണ്ണയിൽ തന്നെയാണ് നമ്മൾ എള്ളുപ്പിട്ടുണ്ടാക്കിയെടുക്കുന്നത്. എന്നാൽ മാത്രമേ നന്നായിട്ട് മുറുകി വരികയുള്ളൂ. അപ്പോൾ ആൻറ്റി ഒന്ന് എടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ ആദ്യത്തെ ബാച്ച് എള്ളുപ്പിട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എണ്ണയിൽ നിന്നും എടുത്ത ഉടനെ തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു സോഫ്റ്റ്നെസ് പോലെയൊക്കെ തോന്നും. പക്ഷെ അത് തണുത്ത് വരുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. കൃത്യമായിട്ടുള്ള സമയത്ത് എള്ളുപ്പിട്ട് എണ്ണയിൽ നിന്ന് എടുക്കാനും കൂടെ ശ്രദ്ധിക്കുക. നമ്മളിത് മുറുകിയിട്ടില്ല എന്ന് വിചാരിച്ച് കുറച്ച് നേരം കൂടെ എണ്ണയിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ കളറൊക്കെ മാറി ആകെ കുളമാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എള്ളുപ്പിട്ടിനുള്ള വെല്ലം വാങ്ങുമ്പോൾ ഒരുപാട് കറുത്ത നിറത്തിലല്ലാത്ത വെല്ലം സെലക്ട് ചെയ്യാൻ നോക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ എള്ളുപ്പിട്ടിൻ്റെ കളറൊക്കെ മാറി ആകെ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് വെള്ള വെല്ലം എന്ന് പറഞ്ഞ് വാങ്ങാനായിട്ട് ആൻറ്റി പ്രത്യേകം പറയുന്നുണ്ട്. ഈ ശകുന്തള ആൻറ്റിയുടെ മരുമകന് എള്ളുപ്പിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മരുമകന് ഇഷ്ടമെന്ന് പറയുമ്പോൾ അമ്മായിയമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ മരുമകൻ എന്ന് പറയുന്ന ആൾ വേറെ ആരുമല്ല, എൻ്റെ ഏട്ടൻ തന്നെയാണ്. അപ്പോൾ ഏട്ടൻ ഉണ്ടാക്കി കൊടുക്കുന്ന വകയിൽ ഞങ്ങൾക്കും ഇടയ്ക്കിടയ്ക്ക് എള്ളുപ്പിട്ട് കിട്ടാറുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഈ നെല്ലിപ്പുര വീടും ശകുന്തള ആൻറ്റിയെയും എള്ളുപ്പിട്ടെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുമാത്രമല്ല, സീസൺഡ് വിത്ത് ലവ് എന്ന എൻ്റെ ഈ ചാനൽ നിങ്ങളെല്ലാവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോഴിനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്